ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 1/8/2025. അവബോധം. എന്താണ് അവബോധം? ഒരു കാര്യം ഉറപ്പാണ്. എന്താണ് അവബോധമെന്ന് അവബോധം ഒരിക്കലും തിരക്കുകയില്ല. എന്താ അതിൽ സംശയമുണ്ടോ? ഉറപ്പാക്കലും സംശയവും എല്ലാം മനസ്സിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ്. പറഞ്ഞു വന്നത്, അവബോധം ഒരിക്കലും അവബോധം എന്താണെന്ന് തിരക്കില്ല. അപ്പോൾ അവബോധം എന്താണെന്ന് എന്നിൽ ഒരാൾ തിരക്കുന്നു എങ്കിൽ അത് ആരായിരിക്കും? അത് മനസ്സ് തന്നെയായിരിക്കും. അവബോധത്തെ തിരക്കുന്ന അഹംബോധത്തെ അല്ലേ ആദ്യം നിരീക്ഷിക്കേണ്ടത്? അവബോധത്തെ മാത്രമല്ല മനസ്സ് തിരക്കുന്നത്. ഞാനാര് എന്നും മനസ്സായിരിക്കുന്ന ഞാൻ ഇടയ്ക്കിടെ വെറുതെ തിരക്കാറുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ നിരീക്ഷിക്കാറില്ല എന്നു മാത്രം. എന്തൊക്കെയോ എന്നിൽ നടക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് എന്നിൽ നടക്കുന്നത് എന്ന് ഞാൻ നിരീക്ഷിക്കാറില്ല. ഞാനല്ലേ എന്നെ നിരീക്ഷിക്കേണ്ടത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷെ നിരീക്ഷകനെ മനസ്സിലാക്കി തുടങ്ങിയാൽ അങ്ങനെ പറയുമോ? പിന്നെ എങ്ങനെ പറയും നിരീക്ഷകനാണ് ഞാനിനെ നിരീക്ഷിക്കുന്നത് എന്നല്ലേ? അതെ, നിരീക്ഷകൻ ഉണർന്നാൽ എല്ലാം തകിടം മറിയുന്നു. മനസ്സുണ്ടാക്കിയ ലോകം പൊട്ടിപ്പോകുന്നു. നാം നിൽക്കേണ്ടത് മനസ്സുണ്ടാക്കിയ ലോകത്തിൽ അല്ല, നിരീക്ഷകൻ നിലനിൽക്കുന്ന യഥാർത്ഥ ലോകത്തിലാവണം. കാരണം സത്ത നിലനിൽക്കുന്ന ഇടം അവിടെയാണ്. മനസ്സ് സൂക്ഷ്മമായി തോന്നാം, എന്നാൽ നിരീക്ഷകൻ ഉണർന്നാൽ മനസ്സിനേക്കാൾ അതിസൂക്ഷ്മം നിരീക്ഷകനാണ്. സൂക്ഷ്മമായതിനാൽ അതിന് വിലയില്ല എന്നാണോ? മനസ്സിന്റെ പ്രവർത്തനമറിയാതെ മനസ്സ് പ്രവർത്തിക്കും പ്രകാരം നാം പ്രവർത്തിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളുടെ ആവർത്തനമല്ലേ ജീവിതം? അപ്പോൾ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവൻ തൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. പ്രവർത്തിക്കുന്നത് ചിന്ത വഴിയാണ്. അപ്പോൾ ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. ചിന്ത നടക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ മനസ്സിന് പ്രാധാന്യം കൊടുക്കണം. സൂക്ഷ്മമായ മനസ്സിന് പ്രാധാന്യം കൊടുക്കുക എന്നത് തന്നെയല്ലേ നിരീക്ഷിക്കുക എന്ന് പറയുന്നത്? സൂക്ഷ്മമായതിനെ നിരീക്ഷിക്കുവാൻ സൂക്ഷ്മത അനിവാര്യം. അതായത് നമ്മുടെ ബോധം അത്രയ്ക്കും സൂക്ഷ്മതയിലായിരിക്കണം എന്ന് സാരം. സൂക്ഷ്മത്തിലെ സൂക്ഷ്മത. ഒരു വലിയ ബംഗ്ലാവ് സങ്കല്പിക്കുക. അത് നിൽക്കുന്ന ഇടം വലിയ പറമ്പിലായിരിക്കും. അതായത് വലിയ സ്ഥലത്തിനുള്ളിലായിരിക്കും ആ ബംഗ്ലാവ് നിൽക്കുന്നത്. അതിനുള്ളിൽ കയറാനുള്ള വാതിൽ ബംഗ്ലാവിനെ വച്ചു നോക്കുമ്പോൾ ചെറുതായിരിക്കും. ആ വാതിൽ പൂട്ടുന്ന ലോക്ക് വാതിലിനേക്കാൾ ചെറുതായിരിക്കും. താഴെ ഉപയോഗിക്കുന്ന താക്കോലോ അതിലും ചെറുത്. ആ ചെറിയ താക്കോൽ ആണ് ഇത്ര വലിയ ബംഗ്ലാവിനെ സൂക്ഷിക്കുന്നത്. ഇതെല്ലാം ഉണ്ടെങ്കിലും ആ ബംഗ്ലാവിനെ സദാ നിരീക്ഷിക്കുന്ന ക്യാമറയും കൂടി ഉണ്ടായിരിക്കും അല്ലേ? അത് എന്താവും ചെയ്യുക? നിരീക്ഷണമല്ലേ ചെയ്യുന്നത്? ഇവയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നു. താക്കോലും താഴും വാതിലും വീടും പറമ്പും എല്ലാം അത് നിരീക്ഷിക്കുന്നു. അപ്രകാരം നമ്മളിലെ ക്യാമറയാണ് നിരീക്ഷകൻ. സുരക്ഷിതത്വത്തിന് വളരെ അനിവാര്യമുള്ള ക്യാമറ തന്നെയാണ് നിരീക്ഷകൻ. പുഴയിൽ മത്സ്യങ്ങൾ ഉണ്ടായിരിക്കും. അവയ്ക്ക് പുഴുവിനെ വേണം. നാം പുഴുവിനെ പിടിച്ച്
ചൂണ്ടയിൽ കോർത്ത് മത്സ്യത്തിന് ഇട്ടുകൊടുക്കും. പുഴുവിനെ കൊടുക്കുമ്പോൾ പുഴുവിനെ സ്വന്തമാക്കുവാൻ ശ്രമിച്ച മത്സ്യത്തെ തന്നെ മനുഷ്യൻ സ്വന്തമാക്കുന്നു. പുഴുവിനെ ഇട്ടുകൊടുത്ത് മത്സ്യത്തെ സ്വന്തമാക്കുന്നവൻ വിജയിച്ചു എന്ന് തോന്നാം. എന്നാൽ അവൻ മരിക്കുമ്പോൾ അവനെ പുഴു സ്വന്തമാക്കുന്നു. പുഴുവിനെ ഉപയോഗിച്ചവനെ പുഴു ഉപയോഗിക്കുന്നു. ഓർക്കുക, പലതും നാം കണ്ടിട്ടുണ്ടാകാം, പലതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ മനസ്സിലായി എന്ന് വരില്ല. കണ്ടതും അനുഭവിച്ച പലതും മനസ്സിലായെന്ന് വരില്ല. കണ്ടതിനെ ചിന്തിച്ചു നോക്കുമ്പോൾ, അനുഭവിച്ചത് ചിന്തിച്ചു നോക്കുമ്പോൾ നാം പലതും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നു. എങ്കിലും ഇനി ചിന്തിച്ചത് കൊണ്ട് മാത്രം പലതും മനസ്സിലായി എന്ന് വരില്ല. കാരണം അവിടെ അവബോധത്തിന്റെ കുറവുണ്ട്. അതിനാൽ ഇനി ചിന്തിക്കുമ്പോൾ നാം ചിന്തിക്കുക, ചിന്തകളാണ് എല്ലാമെന്ന് ചിന്തിക്കരുതെന്ന്. ചിന്തകളെ നിരീക്ഷിക്കുന്നതാണ് പൂർണ്ണത. ചിന്തിക്കുന്നതിനെ നിരീക്ഷിക്കലാണ് പൂർണ്ണമായ മനസ്സിലാക്കൽ. കാരണം നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് അവബോധം സംഭവിക്കുന്നത്. സത്തയെ അറിയാൻ അവബോധം ആവശ്യമാണ്. നിരീക്ഷകൻ ഇല്ലെങ്കിൽ നാം അറിയുന്നില്ല. പലതും അറിയുക. ചിന്തകളിലൂടെ അല്ല സ്നേഹത്തെ അറിയേണ്ടത്, ചിന്തകളിലൂടെ അല്ല സ്നേഹിക്കേണ്ടത്. അതുപോലെ തന്നെ ചിന്തകളിലൂടെ അല്ല നിരീക്ഷകനെ അറിയേണ്ടത്, ചിന്തകളിലൂടെ അല്ല നിരീക്ഷണം ചെയ്യേണ്ടത്. ഹരി ഓം. ഇന്നത്തെ, അതായത് 1 ഓഗസ്റ്റിലെ വൃത്തത്തിലെ ശൂന്യതയിൽ അവബോധത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവബോധം എന്ന് പറയുമ്പം, സത്ത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബ്രഹ്മമാണ്. ഇത് അവബോധം, അതായത് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ അവയർനെസ്. അവബോധത്തിൽ നിൽക്കുന്നതാണ് നമ്മൾ ഈ ബോധത്തിലാണ് എന്ന് പറയുന്നത്. ഇന്നലത്തെ ടോപ്പിക് അതായിരുന്നു. അപ്പൊ ഇതിനകത്ത് അത് എവിടാണ് ഇപ്പൊ ഈ നമ്മൾ ബോധത്തിലാണെന്ന് നമ്മൾ പറയുന്ന അവബോധത്തിൽ ആണെന്ന് നമ്മൾ എപ്പോഴാണ് ആ തലത്തിലാകുന്നതിന്റെ കാര്യമാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. പലപ്പോഴും നമ്മള് ഈ ചോദ്യമുണ്ടല്ലോ, എന്താണ് നിരീക്ഷകൻ, എന്താണ് അവബോധം, ബോധവാനായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ബോധം എന്ന് പറയുന്നത് എന്താണ്? ഈ ചോദ്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ സൂക്ഷ്മതലത്തിൽ ഉണ്ടാകുവാണെങ്കിൽ, ഈ ഡൗട്ട് പോലെ ഇങ്ങനത്തെ വരുവാണെങ്കിൽ അതിന്റെ ഉറവിടം മനസ്സ് തന്നെയാണ്, അല്ലെങ്കിൽ അഹംബോധത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആണ് മനസ്സിലെ അല്ലെങ്കിൽ അഹംബോധത്തിലെ അവബോധത്തിനെ കുറിച്ചുള്ള സൂക്ഷ്മ ചോദ്യവും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആര് എന്ന് ഉള്ള ഒരു ചോദ്യവും, പിന്നെ ആ ചോദിക്കുന്ന ആ മനസ്സിനെയും നിരീക്ഷിക്കണം. ഈ മനോവൃത്തികൾ ഒക്കെ മനസ്സിന്റെ ഈ ചോദ്യവും ഈ സംശയങ്ങളും എല്ലാം ശരിക്കും പറഞ്ഞാൽ മനസ്സിലെ പല നടക്കുന്ന കാര്യങ്ങൾ നാം നിരീക്ഷിക്കാറില്ല. കാരണം നിരീക്ഷകനെ ഉണർത്തിയാൽ പിന്നെ നമ്മൾ സൃഷ്ടിച്ച ലോകം പൊളിക്കപ്പെടും. നാം നിരീക്ഷകന്റെ യഥാർത്ഥ ലോകത്തിൽ ആണ് നിലനിൽക്കേണ്ടത് എന്ന് ബോധം ഉണ്ടാവണം. ആ ബോധം ഉണ്ടാവണമെങ്കിൽ എന്താണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? അത് അടുത്ത ഭാഗത്തിൽ ഗുരുജി ഡീൽ ചെയ്യുന്നുണ്ട്. മനസ്സ് സൂക്ഷ്മമാണ്, എന്നാൽ നിരീക്ഷകൻ ഉണർന്നാൽ മനസ്സിനേക്കാൾ അതിസൂക്ഷ്മമാണ് ആ നിരീക്ഷകൻ. അപ്പോ നമുക്ക് മനസ്സിനകത്തെ കാര്യം നിരീക്ഷിക്കണം.
അപ്പൊ ആ അതിസൂക്ഷ്മമായ നിരീക്ഷകന്റെ ഹെൽപ്പ് എടുക്കണം. ആ തലത്തിൽ നിൽക്കണം. നമ്മൾ മനസ്സിൽ നിന്ന് മാറി ആ തലത്തിൽ നിൽക്കണം. മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകളെ ബേസ് ചെയ്ത് ആവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ആണ് ജീവിതം ആയി മാറുന്നത്. അതുകൊണ്ട് പ്രവർത്തനത്തിന്റെ ബേസ് ആയ ആ ചിന്തകൾക്കും അതിന്റെ ആ ഉറവിടമായ മനസ്സും അതിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അതിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഡിമാൻഡ് ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യുന്നല്ല. ആ മനസ്സിനെ നമ്മൾ ഈ അതിസൂക്ഷ്മമായ നിരീക്ഷകനെ കൊണ്ട് ആ തലത്തിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കണം. മനസ്സിനകത്തെ ഒരു പിന്നെ ചിന്തകളോ സന്ദേഹങ്ങളോ പിന്നെ ചോദ്യങ്ങൾക്കോ അതിനോട് ഒട്ടലില്ലാതെ നിരീക്ഷിക്കണം. പിന്നെ സൂക്ഷ്മമായ മനസ്സിനെ നിരീക്ഷിക്കുവാൻ സൂക്ഷ്മത വേണം. അതായത് നമ്മുടെ ബോധം ആ ഉന്നത തലത്തിൽ സൂക്ഷ്മം ആയിരിക്കണം. നിരീക്ഷകന്റെ അവിടെ നിൽക്കും. ആ സമയത്ത് നമ്മളോട് കൂട്ടിച്ചേർത്ത് വായിക്കണം അതിനകത്ത്. കാരണം നമ്മള് ഗുരുജി പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ പിന്നെ നിരീക്ഷകൻ സത്തയോട് ചേർന്നാ നിൽക്കുന്നതെന്ന്. സത്ത ബ്രഹ്മമാണ്, എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ അത് എന്താണ്, ആകാശത്തിന്റെ അത് ഒരു പാട്ടാണ്. അപ്പം ഘടാകാശമായിട്ട് ആത്മനായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അപ്പോ ആ ഒരു തലത്തിൽ നിൽക്കുമ്പം നമ്മൾ പറയുമല്ലോ സച്ചിദാനന്ദം ആണെന്ന്. എക്കാലത്തും നിലനിൽക്കുന്ന ആ ബോധം ആനന്ദവുമാണ് ഞാൻ എന്നുള്ള ആ ഒരു നമ്മൾ കേട്ട് അറിഞ്ഞു കാണുമായിരിക്കും. അപ്പോ ആ സത്തയുടെ ഒരു അംശമായ ഈ ആത്മനില് ആ ബോധം ഉണ്ട്. നിരീക്ഷകൻ അതിനോട് ചേർന്നിരിക്കുമ്പം ആ നിരീക്ഷകനിൽ ആ ബോധം ഉണ്ട്. സൂക്ഷ്മമായ, അതാണ് ഇവിടെ ഗുരുജി പറയുന്ന, സൂക്ഷ്മമായ മനസ്സിനെ നിരീക്ഷിക്കുവാൻ അതീവ സൂക്ഷ്മത വേണം. നമ്മുടെ ബോധം, അതായത് നമ്മുടെ ബോധം ആ ഉന്നത തലത്തിൽ സൂക്ഷ്മമായിരിക്കണം. അതായത് അതിനകത്ത് ഒരു ഫ്രേസ് ഗുരുജി പറയുന്നുണ്ട്, സൂക്ഷ്മത്തിലെ സൂക്ഷ്മത. അപ്പോ ആ അതിസൂക്ഷ്മമായ നിരീക്ഷകനിലെ ആ സൂക്ഷ്മത, അതാണ് നമ്മൾ ആ ഒരു തലത്തിലോട്ട് എത്തണം. ആ തലത്തിൽ എത്തണം. അതിന്റെ പിന്നെ അത് അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, അത് എങ്ങനെ നമുക്ക് അതെങ്ങനെ പിന്നെ ആ തലത്തിൽ എത്താൻ പറ്റുമെന്ന്. പിന്നെ ഈ പാരഗ്രാഫിൽ തന്നെ ഗുരുജി പിന്നെ ഒരു കാര്യം, ആ നിരീക്ഷകൻ അനിവാര്യമാണ്. അതുണ്ടെങ്കിലേ നമുക്ക് അങ്ങോട്ട് ആ അവബോധത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. അത് കൺവിൻസ് ചെയ്യാനായിട്ട് ഒരു സാദൃശ്യം വഴി നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് ആ വലിയ ബംഗ്ലാവ്, വലിയ പറമ്പില് ഒരു വലിയ ബംഗ്ലാവ്, പിന്നെ ആ ബംഗ്ലാവിന്റെ ചെറിയ വാതില്, പിന്നെ അതിലോട്ട് കടക്കണമെങ്കിൽ ഒരു പിന്നെ ആ ചെറിയ വാതിൽ, പിന്നെ അതിനേക്കാൾ ചെറിയ ഒരു താഴെ ഫ്രണ്ട് ഡോർ പൂട്ടാനും, പിന്നെ അതിനകത്ത് പ്രവേശിക്കണമെങ്കിൽ അത് തുറക്കണം. അപ്പോ അതിനേക്കാൾ ചെറിയൊരു താക്കോൽ. അപ്പോ ആ കീ, ആ സ്മോൾ കീ ആണ് ആ കെട്ടിടത്തിന്റെ അതിനകത്ത് എല്ലാ സാധനങ്ങളും എല്ലാ കാര്യവും സുരക്ഷിതമായിട്ട് എത്തിക്കണമെങ്കിൽ അത് ആ കീ ആണ് ഉള്ളത്. അപ്പൊ ഗുരുജി അതായിരുന്നു ഞാൻ ഡൗട്ട് ചോദിച്ചപ്പം ഗുരുജി പറയായിരുന്നു, അതിന്റെ ആ കീയുടെ ആ പ്രാധാന്യം, അത് സേഫ്റ്റി ഉണ്ട്. നമ്മുടെ സാധനത്തിന്, ആ സ്ട്രക്ചറിനും അതിനകത്തുള്ള സാധനത്തിനും സേഫ്റ്റി ഉണ്ടാവും. പക്ഷെ ഈ കീ വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും അവർക്ക് തുറക്കാം. അപ്പൊ അവിടെയും കാര്യം സേഫ് അല്ല അവിടെ. അപ്പൊ പിന്നെ എന്താ വേണ്ട, ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ആരാ തുറക്കുന്നതെന്ന് കാണും.
അപ്പൊ ആ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതം ഉണ്ടാവും. അതേപോലെയാണ് നമ്മുടെ ഉള്ളില് ഇപ്പൊ നമുക്ക് എന്താ പറയാം, കമ്പയർ വലിയ ബംഗ്ലോ മറ്റേതും എല്ലാം കെട്ടിടവും പറമ്പും, അതുപോലെ നമ്മളും ഒരു ബീയിങ് ഇൻ ദിസ് യൂണിവേഴ്സ്, ഓൺ ദിസ് എർത്ത്, ഇൻ എ കോണ്ടിനെന്റ്, ഇൻ എ നേഷൻ. നമ്മുടെ പോലെ നമ്മൾ ഒരു ചെറിയ ഒരു സാധനം, അതിനകത്ത് ആ മനസ്സും ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ വരുമ്പോ സ്മോളായിട്ട് സൂക്ഷ്മമായിട്ടുള്ള കാര്യത്തിലോട്ടാ വരുന്നത്. മനസ്സുണ്ട്, ആ മനസ്സിനപ്പുറവും നിരീക്ഷകനുണ്ട്. അപ്പോ ആ എങ്ങനാണോ ആ ക്യാമറ പോലെയാണ് ആ നിരീക്ഷകൻ. ആ സൂക്ഷ്മമായിട്ട് ആ കീഴിനെക്കാട്ട് കൂടുതൽ ആ ക്യാമറ ആണ് ഇമ്പോർട്ടന്റ്. അപ്പോ അതേപോലെ നമ്മുടെ ഉള്ളിൽ ആ ക്യാമറ നിരീക്ഷകനാണ്. നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടി ഉള്ള ഒരു ക്യാമറ ആണ് ഈ നിരീക്ഷകൻ. അതുകൊണ്ട് ആ നിരീക്ഷകൻ നമ്മളെ ആ മനോതലത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അതിൽ നിന്ന് മാറി മറ്റേ ആ അവബോധ സ്ഥലത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നിരീക്ഷകൻ അനിവാര്യമാണ്. പിന്നെ ലാസ്റ്റ് പാരഗ്രാഫിലാണ് ആ ഒരു കാര്യം, ആ കണക്ഷൻ ബിറ്റ്വീൻ നിരീക്ഷകൻ ആൻഡ് എന്താണ് നമ്മുടെ അവബോധം, അവിടാണ് വരുന്നത്. അപ്പോ അവിടെയും ഒരു ഒരു കാര്യം, ഒരു യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടിയിട്ട് അതുവഴി നിരീക്ഷകന്റെ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മള് ഒരാള് മീനിനെ സ്വന്തം ആക്കുന്നത് മണ്ണില് അല്ലെങ്കിൽ പുഴുവിനെ ചുണ്ടൽ കോർത്തി ഉപയോഗിച്ച് അങ്ങനാണ് ആ മീനിനെ സ്വന്തമാക്കുന്നത്, ചൂണ്ടയിട്ട് പിടിക്കുന്നത്. എന്നാൽ ആ ആളിനെ ആ പുഴു അവനെ സ്വന്തമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിരീക്ഷണം നടന്നിട്ടില്ല. ആ സംഭവത്തിനെ കുറിച്ച് ആദ്യത്തെ പാട്ട് നടന്നു, ചൂണ്ടയിട്ട് പിടിച്ചു. പക്ഷെ ബാക്കിയുള്ളത് അവനെ കേട്ടറിഞ്ഞു കാണുമായിരിക്കും. നിരീക്ഷണത്തിൽ അത് പൂർത്തീകരിക്കുന്നില്ല, എന്നാൽ കേട്ടറിവ് നിന്ന് പല മരണങ്ങൾ കണ്ട് അറിയും അത് പുഴു അവനെ സ്വന്തമാക്കുന്നതാണ്. അപ്പോ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കണ്ടും അനുഭവിച്ചും ഒക്കെ ഇരിക്കും, കേട്ടും ഒക്കെ അനുഭവിച്ചിരിക്കും. പക്ഷെ അതിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി കാണത്തില്ല. അങ്ങേയറ്റം തിരിച്ചറിയുമായിരിക്കും, ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുമായിരിക്കും. മനസ്സും കൊണ്ട് ഈ അനുഭവങ്ങളെ നമുക്ക് മനസ്സിലാക്കുകയില്ല. അതിനെ സംബന്ധിച്ച് നമ്മള് നിരീക്ഷണം തന്നെയാണ് ചെയ്യേണ്ടത്. ആ ചിന്തകളെയും നിരീക്ഷിക്കേണ്ടതാണ്. അപ്പൊ അതിൽ പോകുന്നതിന് മുമ്പേ ഇപ്പൊ ഈ മീനിന്റെ കാര്യം തന്നെ അത് ഉപയോഗിച്ച് ഗുരുജി ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണത് അവിടെ ആ പോയിന്റ് അവിടെ വരുന്ന ആ നിരീക്ഷകന്റെ ഇമ്പോർട്ടൻസ് അവിടെ കാണിക്കുന്നു. അതായത് ഈ മീനിനെ ചൂണ്ടയിട്ട് അവന്റെ ആ ആഗ്രഹം മീനിനെ പിടിക്കണം എന്നുള്ളത് അത് പൂർത്തീകരിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെങ്കിൽ, അവന്റെ ഡിസയറിന്റെ സാറ്റിസ്ഫാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു സാധ്യത ഉണ്ട്, അവന് മറ്റേ തലത്തിലോട്ട് അവന്റെ നിരീക്ഷണം പോകത്തില്ല. എന്ന് പറഞ്ഞാൽ അവന് എന്ത് ചിന്തിക്കില്ല, അവന് അവിടാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മള് ഇങ്ങനെ പോകുമ്പം നമ്മളിങ്ങനെ ഈ തലത്തിൽ പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിനകത്ത് കയറി വരുമെന്ന് പറഞ്ഞില്ലേ, വളരെ ശ്രദ്ധിക്കണം. ഡൗട്ട്സ് വരുമെന്ന് പറഞ്ഞില്ലേ തുടക്കത്തിൽ, പല സംശയങ്ങൾ വരും, പല തെറ്റിദ്ധാരണകൾ വരും, ഇതൊക്കെ കയറി വരും. അപ്പൊ അങ്ങനെ വരുമ്പം അതിനെ നോക്കിക്കാണണം, പൂർണ്ണമായിട്ട് നോക്കിക്കാണണം. പൂർണ്ണമായിട്ട് നിരീക്ഷണ തരത്തിൽ നോക്കിക്കണ്ടില്ലെങ്കിൽ പകുതി വെച്ച് വിട്ടാൽ അത് നിരീക്ഷണം പൂർത്തീകരിക്കത്തില്ല അവിടെ. അപ്പൊ ഈ മീനിനെ പിടിക്കുന്ന കാര്യത്തിലും
ചൂണ്ടയിട്ടിട്ട് ആ ആഗ്രഹപ്രകാരം ആഗ്രഹം തൃപ്തികരമായിട്ട് അത് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ, അങ്ങനാണെങ്കിലും നിരീക്ഷണം പൂർത്തീകരിച്ചില്ല. കാരണം മറ്റേതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവിടെ വെച്ച് മീനിനടുത്ത് പിന്നെ മറ്റേ കാര്യത്തിലോട്ട് പോകുന്നു. അഥവാ മീനിനെ കിട്ടിയില്ല, മീനിനെ പിടിക്കാൻ പറ്റിയില്ല, അപ്പോഴും ദുഃഖമായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പോ അവിടെയും ആ ദുഃഖത്തിൽ അങ്ങോട്ട് പോകും. കിട്ടിയില്ല, ഒരു നിരാശ, ആ ഒരു തരത്തിൽ പോകും. പക്ഷെ അതിനപ്പുറം പോയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതല്ല, ഇങ്ങനെ ഓർക്കുന്നില്ല. കേട്ടറിവ്, ഇങ്ങനെ ഇതിനെ പിടിച്ചാൽ ഞാനും അവസാനം എന്നെ സ്വന്തമാക്കും, ആ പൂർത്തീകരണത്തിലോട്ട് പോകുന്നില്ല. അപ്പൊ ഒരു പൂർണ്ണമായ ഒരു നിരീക്ഷണം അവിടെ നടക്കുന്നില്ല. അതിന്റെ ആ മീനിങ് ഗുരുജിയോടെ പറഞ്ഞ, പലതും നമ്മള് പിന്നെ കേട്ടും കണ്ടും ഒക്കെ ഇരിക്കും, പക്ഷെ അനുഭവിക്കുകയും ചെയ്യും. പക്ഷെ അതിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി കാണുകയില്ല. ബുദ്ധി കൊണ്ട് കുറച്ച് വിവേചിച്ച് കുറച്ച് വല്ലതും മനസ്സിലാക്കും, പക്ഷെ അത് പൂർണ്ണതയിൽ എത്തത്തില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ ആ നിരീക്ഷകൻ ഇല്ലാത്തതും കൊണ്ട്. മനസ്സും കൊണ്ട് ഈ അനുഭവങ്ങളെ മനസ്സിലാക്കുകയല്ല വേണ്ടിയത്, ആ അനുഭവങ്ങളെയും അതിനെ സംബന്ധിച്ച ചിന്തകളെയും നിരീക്ഷിക്കേണ്ടതാണ്. അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. അതായത് നമ്മൾ നിരീക്ഷകന്റെ തലത്തിൽ എത്തണമെങ്കിൽ ശാന്തമായി നോക്കിക്കാണണം. ആ ഒരു തലത്തിൽ വരണം. ശാന്തമായിട്ടുള്ളത് ഈ നിമിഷത്തിൽ നിന്ന് ധ്യാനാത്മക മനസ്സും അതൊക്കെ ആയി വന്ന ആ ഒരു തലത്തിൽ 24 hours അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ലായിരിക്കും. എങ്കിലും ആ ഒരു തലത്തിൽ നിൽക്കാൻ പറ്റുവാണെങ്കിൽ ആ തലത്തിൽ നിന്ന് ഈ വക കാര്യങ്ങൾ, അനുഭവങ്ങളും ആ അനുഭവങ്ങളെ സംബന്ധിച്ച ചിന്തകളും ഇതെല്ലാം, ആഗ്രഹങ്ങളോ സംശയങ്ങളോ ഇതെല്ലാം വരുമ്പോൾ അതിനെക്കുറിച്ച് ആ പൂർണ്ണമായിട്ട് പിന്നെ അതിൻ്റെ ഓരോരോ നിമിഷത്തിൽ ഉണ്ടാകുന്ന ആ ഓരോരോ കാര്യം നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോഴേ ഉള്ളൂ ഈ അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. അപ്പോഴത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുള്ളൂ എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിഞ്ഞാൽ, കാരണം നിരീക്ഷിക്കുമ്പോൾ മാത്രമാണ് അവബോധം സംഭവിക്കുന്നത്. ഇത് അതൊരു പോയിന്ററാണ് ഇന്ന് ഗുരുജി തന്നിരിക്കുന്നത്. നിരീക്ഷണം ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കിയാലേ ശരിയാവുള്ളൂ. അപ്പോ സത്തയിൽ എത്തണമെങ്കിൽ തീർച്ചയായിട്ടും സത്തയിൽ സത്ത് ചിത്ത് ആനന്ദമായിട്ടുള്ള ആ ചിത്ത്, അതായത് കോൺഷ്യസ്നെസ്, അവബോധം നമ്മുടെ ആ ബ്രഹ്മത്തിന്റെ ഒരു അംശമായിട്ട് ആത്മാവായിട്ടിരിക്കുന്നതിലും അതും ഉണ്ട് സച്ചിത് ആനന്ദം. അപ്പൊ സത്തയിൽ എത്തണമെങ്കിൽ ആ അവബോധം എന്ന് പറയുന്ന ആ അറിയുന്ന ആ ഒരു എന്താണ് സ്വരൂപം, ആ തരത്തിൽ എത്തണമെങ്കിൽ അറിയുന്ന ആ ഫാക്കൽറ്റി, നമുക്ക് അവയർനെസ്, കോഗ്നിസൻസ്, അറിയൽ, അത് വേണമെങ്കിൽ ആ സത്തയിൽ എത്തണമെങ്കിൽ അത് വേണം. ആ അവയർനെസ് വേണം, കോൺഷ്യസ്നെസ് വേണം. അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നിരീക്ഷകൻ വേണം. കാരണം നിരീക്ഷണം നടക്കുമ്പോഴേ ഉള്ളൂ അവബോധം സംഭവിക്കുന്നത്. പിന്നെ നമുക്കത് ഒരുവിധം പിന്നെ ഇത്രയും പറഞ്ഞപ്പം ബ്രഹ്മത്തിന്റെ അടുത്തുള്ളതാണെന്ന് പറയുമ്പം ആ ഒരു പ്രോപ്പർട്ടി ബ്രഹ്മത്തിനുള്ളത് അറിയുന്ന ഒരു ഫാക്കൽറ്റിയാണ് എന്ന് ഉള്ളത്. അത് തീർച്ചയായിട്ടും ഈ നിരീക്ഷകനിലും കാണും. അപ്പോ അത് സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മള് നിരീക്ഷകൻ ആണെങ്കിൽ നമ്മൾ അറിഞ്ഞ് അനുഭവിക്കും. ആ കണ്ട കാര്യങ്ങള് അത് ശരിക്കും ആനലൈസ് ചെയ്ത്
ആ മൈൻഡിൽ വന്ന തോട്ട്സും ഇതെല്ലാം ശരിക്കും നമ്മൾ ആ ന്യൂട്രലായിട്ട് നിന്ന് മനസ്സിനോട് ഒട്ടാതെ നിന്ന് കാണുവാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് ശരിക്കും ചില സ്നേഹം എന്താണ് എന്നൊക്കെ ശരിക്കും മനസ്സിലാവും. മനോതലത്തിൽ നിന്ന് മമതാ ലോകത്തിൽ നിന്നാൽ നമുക്കത് ഗ്രഹിക്കില്ല. പിന്നെ ആ മമതാ തലത്തിൽ നിന്നുള്ള ആ ഒരു ലെവലില് ഉണ്ടാവുന്ന ആ അറ്റാച്ച്മെന്റ് നമ്മള് ഒരു പിന്നെ ധ്യാനാത്മക മനസ്സിൽ നിന്ന് കാണുമ്പം അത് പിന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ ഇത് ഇങ്ങനാണ് മനോതലത്തിലുള്ളതാണ്, ഇതിനകത്ത് ആ അറ്റാച്ച്മെന്റ് ഉള്ളതാണ്, അത് ആ നിരീക്ഷകൻ അത് നോക്കി കാണും, ഉണ്ട്, അത് ഉണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പം അറ്റാച്ച്മെന്റ് ഇല്ലാത്ത പിന്നെ അത് പലതവണ അങ്ങനെ നോക്കി നോക്കി കണ്ട് അത് ഇല്ലാതായി വരുമ്പോഴാണ് എന്തിനോടായിരുന്നോ ഒരു ഒട്ടലുണ്ടായത് അത് നാച്ചുറൽ ഒരു ഡെത്ത് ഉണ്ടാവുമ്പം ആ ഫീലിങ്ങിന്, അപ്പോ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആ ഹൃദയ ഭാഷയിൽ അങ്ങോട്ട് പോകാൻ, ആനന്ദവും ആ ഹൃദയ ഭാഷത്തിലോട്ട് പോകാൻ ആ നിരീക്ഷണം ശരിയാവുമ്പോഴേ ഉള്ളൂ അത് അനുഭവിച്ചറിയാൻ പറ്റുന്നത്. അത് കുറച്ചൊക്കെ ഒരു 3-ാം മണി പോലെ ആയിരിക്കാം. അത് ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതുകൊണ്ട് നിരീക്ഷകൻ ഇല്ലാതെ പലതും അറിയുന്നില്ല എന്ന് അറിയുക. അതായത് അറിയുക എന്ന് പറയുന്നത് നമ്മൾ അനുഭവിച്ചറിയുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത്. നിരീക്ഷകൻ ഇല്ലാതെ പലതും അറിയുന്നില്ല എന്ന് അറിയുക. ഒരു പോയിന്റർ ഗുരുജി അവിടെ തന്നിട്ടുണ്ട്. അതിന്റെ മീനിങ് അനുഭവിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പൊ ചിന്തകളിലൂടെ അല്ല സ്നേഹിക്കുന്നത്. അപ്പൊ സ്നേഹം തോന്നണമെങ്കിൽ ആ നിരീക്ഷകന്റെ ലെവലിൽ വന്നിട്ട് മനോതലത്തിലുള്ള ആ വികാരം അല്ല, അതിൽ നിന്ന് മാറിയിട്ട് ചില കാര്യങ്ങൾ അനുഭവിച്ചറിയണമെങ്കിൽ, അതിനെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാവണമെങ്കിൽ, കോൺഷ്യസ് ആവണമെങ്കിൽ, അവെയർ ആവണമെങ്കിൽ ആ നിരീക്ഷകന്റെ ന്യൂട്രൽ ലെവലിൽ നിന്ന് ആ ഓബ്ജക്റ്റോ ആ വ്യക്തിയോടോ ഉള്ള ആ സ്നേഹത്തിനെ കാണണം. ചിന്തകളിലൂടെ അല്ല സ്നേഹിക്കുന്നത്, ചിന്തകളിലൂടെ അല്ല നിരീക്ഷകനെ അറിയേണ്ടത്, ചിന്തകളിലൂടെ അല്ല നിരീക്ഷണം ചെയ്യേണ്ടത്. അപ്പോ അതുകൊണ്ട് നിരീക്ഷകന്റെ ലെവലിൽ തന്നെ നിൽക്കുക. നിരീക്ഷകന്റെ ലെവൽ നിൽക്കുമ്പോൾ അവബോധം എന്നുള്ള ആ അറിയുന്ന ആ മണ്ഡലത്തിലോട്ട് നമ്മള് എത്തുന്നതായിരിക്കും. പിന്നെ അവിടെ നിലനിന്നിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് സത്തയിലോട്ട് ആ സുപ്രീമായിട്ടുള്ള ബ്രഹ്മത്തിൽ ചെന്നെത്താൻ പറ്റുന്നത്. അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം. എന്നിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഞാൻ നിരീക്ഷിക്കാറുണ്ടോ? നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മളിൽ ഓരോ നിമിഷവും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നിലെ മാറ്റങ്ങളെ നിരീക്ഷിച്ചാൽ ആ നിമിഷത്തിൽ നമ്മളിൽ ഉണ്ടാവുന്ന തിരിച്ചറിവാണ് അവബോധം. ആ തിരിച്ചറിവിനെയാണ് നമ്മൾ അവബോധം എന്ന് പറയുന്നത്. എന്നിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു, നല്ലതായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അതാണ് അവബോധം എന്ന് പറയുന്നത്. അതിനെ മനസ്സുകൊണ്ട് വ്യാഖ്യാനിക്കാനോ വർണ്ണിക്കാനോ കഴിയില്ല. എന്നിലെ ചോദ്യകർത്താവിനെ ഞാൻ നോക്കുമ്പോൾ എന്നിൽ ഈ നിമിഷത്തിൽ ഞാൻ നിലനിൽക്കും. അതായത് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ നമ്മളിൽ. അപ്പോൾ ആ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു മൈൻഡിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നു, ഇതൊക്കെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ ആര് ചോദിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത് നോക്കുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഈ നിമിഷത്തിൽ നിലനിന്നാലേ ആ ചോദ്യകർത്താവിനെ നോക്കാനും പറ്റുള്ളൂ.
ഇല്ലെങ്കിൽ ആ ചോദ്യത്തിൻ്റെ കൂടെ അങ്ങ് പോവും. അപ്പം ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിച്ചാലോ, ഞാൻ അവബോധത്തിലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് നിൽക്കാൻ സാധിക്കും. അതായത് എന്നെ അറിഞ്ഞുകൊണ്ട് നിൽക്കാൻ സാധിക്കും. മനസ്സിൻ്റെ ലോകത്തിനപ്പുറം നിൽക്കുന്ന നിരീക്ഷകനോടൊപ്പമാണ് ഞാൻ നിലനിൽക്കുന്നത്. അപ്പം ഞാൻ സത്തയിലാണ്. അതാണ് ആ അവബോധം എന്ന് പറയുന്നത്. നമ്മൾ സദാ മനസ്സ് പറയുന്ന കേട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്നറിയാതെയാണ് ജീവിക്കുന്നത്. വ്യാഖ്യാനങ്ങളിലൂടെയും ആശകളിലൂടെയും ചിന്തകളിലൂടെയും മാത്രമായിട്ട് അതിൽ മാത്രം നമ്മളെ ജീവിതത്തെ ചുരുക്കുകയാണ്. അപ്പോൾ അതൊരു ഇടുങ്ങിയ മനസ്സിൻ്റെ സ്വഭാവമാണത്. ആ ഇടുങ്ങിയ മനസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വില എന്താണ്, മൂല്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. വിലയേറിയ നമ്മുടെ ജീവിതത്തെ വ്യർത്ഥമാക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ നിരീക്ഷകനെ ഉണർത്തിയേ തീരൂ. നിരീക്ഷകൻ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിൻ്റെ കള്ളത്തരങ്ങളെല്ലാം നമുക്ക് കാട്ടിത്തരും. നമ്മളെ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. അത് നിരീക്ഷകന് മാത്രമേ സാധിക്കുകയുള്ളൂ. വേറെ ഈ ചിന്തകളിലൂടെയൊക്കെ പോയാലൊന്നും നടക്കില്ല. നിരീക്ഷകനെ ഉണർത്താത്തിടത്തോളം നമ്മൾ സത്യം തിരിച്ചറിയാതെ വെറുതെ സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. ചിന്തകളിലൂടെ ജീവിച്ച് അല്ലെങ്കിൽ അതിനെ തുടർന്ന് പ്രവൃത്തികളിലൂടെ ചിന്തകൾ പിന്നെ പ്രവൃത്തിയാവുമല്ലോ. അങ്ങനെ പ്രവൃത്തികളിലൂടെ കർമ്മബന്ധനങ്ങളിലൂടെ നമ്മളെ തന്നെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് ഓരോ നിമിഷവും. നിരീക്ഷകനെ ഉണർത്തിയില്ലെങ്കിൽ അതൊരു അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്, തെറ്റിദ്ധാരണയാണ്. അജ്ഞാനത്താൽ നമ്മൾ സ്വയം എന്ത് ചെയ്യുന്നു? നമ്മുടെ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അജ്ഞാനം മാറ്റണമെങ്കിൽ വെളിച്ചം വന്നേ പറ്റൂ, അറിവ് വന്നേ പറ്റൂ, അവബോധത്തിൽ നിന്നാലേ പറ്റൂ. വെളിച്ചം വരണമെങ്കിൽ കണ്ണ് തുറക്കണം. സ്വയം കണ്ണടച്ചിരിക്കുന്ന കണ്ണിനെ നമ്മൾ തുറക്കണം. കാണേണ്ടതിനെ കാണണം. അവബോധം ഉണ്ടാകണം. തെറ്റിദ്ധാരണകളുടെ കാരണം നിരീക്ഷിക്കുമ്പോഴാണ് തിരിച്ചറിയുന്നത്. അപ്പോഴാണ് ബോധം തെളിയുന്നത്. ഈ ബോധമാണ് നമ്മളെ പൂർണ്ണമായിട്ട് തിരിച്ചറിയിക്കുന്നത്. നമ്മളെന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഈ നിമിഷത്തിലെ ഞാൻ എന്താണ് എന്നൊക്കെ തിരിച്ചറിയിക്കുന്ന ഈ ബോധമാണ്. സത്തയെ അനുഭവിക്കാൻ ഈ പൂർണ്ണതയിലൂടെ നിരീക്ഷകനെ ഉണർത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയാലും എന്തൊക്കെ നമ്മൾ നമ്മുടെ ഭാവനയിൽ കണ്ടാലും നമ്മളിൽ ആ സത്തയുടെ സ്വഭാവമായിട്ടുള്ള പ്രണയമോ സ്വാഭാവികതയോ ശാന്തതയോ ഒന്നും നടക്കില്ല. നിരീക്ഷണം പോലും നടക്കില്ല. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഒട്ടലില്ലാതെ അവബോധത്തിൽ വർത്തിക്കുക, നിരീക്ഷകനെ ഉണർത്തുക, സത്തയെ അറിയുക. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം. വൃത്തത്തിലെ ശൂന്യതയിൽ നിരീക്ഷണവും അതാണ് ഏറ്റവും പ്രധാന വിഷയമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ പ്രത്യേകിച്ച് ഗുരുജി എടുത്ത് പറഞ്ഞ ഒരു കാര്യം, മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിരീക്ഷണം സാധ്യമാകൂ. അപ്പൊ നമ്മളെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായ ബോധ്യം നമ്മൾക്കുണ്ടാകണം. നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ നിരീക്ഷിക്കാറില്ല എന്നുള്ളതാണ് സത്യം.
നമ്മൾ പല പല ചിന്തകളിൽ മുഴുകുന്നു, മനസ്സിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നു, മനസ്സ് പലതിനെയും വ്യാഖ്യാനിക്കുന്നു, പല വികാരങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ചിലത് ഉള്ളിലൊതുക്കുന്നു, ചിലത് പുറമേ പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരേ ചിന്ത തന്നെ ആവർത്തിച്ച് മനസ്സിലേക്ക് കയറി വരും. ഇതൊക്കെ മനസ്സിനെ നിരീക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. അതുപോലെ മനസ്സിന് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ മുഴുകുന്നു. അതൊരുപക്ഷെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുന്നതായിരിക്കാം, സിനിമ കാണുന്നതായിരിക്കാം, സുഹൃത്തുക്കളുമായി സംഭാഷണം നടത്തുന്നതായിരിക്കാം. ഇവയെല്ലാം, അതായത് നമ്മൾ ഇപ്പോൾ മനോതലത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മനസ്സ് എഴുതുന്ന തിരക്കഥയ്ക്ക് അനുസരിച്ച് നടക്കുന്നവയാണ്. മനസ്സിന് അറിയാത്ത കാര്യങ്ങളെ പോലും മനസ്സ് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. ഗുരുജി ഇവിടെ അവബോധത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി തരുന്നു. എന്താണ് അവബോധം എന്ന ചോദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്നു എങ്കിൽ അത് മനസ്സിൽ നിന്നാണ്. കാരണം അവബോധം ഒരിക്കലും അവബോധം എന്താണെന്ന് തിരക്കുന്നില്ല. അവബോധത്തിൽ നിൽക്കുന്നവർ ആ ചോദ്യം ഉയരുന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉയരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ സാധകൻ മനസ്സിന്റെ തലത്തിലാണെന്ന് തിരിച്ചറിയണം. അപ്പൊ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടൽ അവിടെ നടക്കുന്നുണ്ട്. ഇനി എന്താണ് അവബോധം, ആരാണ് നിരീക്ഷകൻ, ആരാണ് സത്ത എന്നീ ചോദ്യങ്ങളെല്ലാം ഉയരുന്നത് മനസ്സിന്റെ തലത്തിൽ നിന്നാണ്. നിരീക്ഷകൻ ഒരിക്കലും അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. കാരണം നിരീക്ഷകൻ നിലനിൽക്കുന്നത് നിശ്ചലതയിലാണ്. ആ നിശ്ചലതയിൽ നിശബ്ദത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ചോദ്യങ്ങളോ സംശയങ്ങളോ ഒന്നും ഉയരുന്നില്ല. അപ്പോൾ ഈ ഒരു ബോധപ്രാപ്തി നേടിയ ഗുരുവിന്റെ രചനയാണ് വൃത്തത്തിലെ ശൂന്യത. എന്നാൽ സാധകരായ നമ്മൾ മനസ്സിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ തീർച്ചയായും ഉണ്ടായിരിക്കും. എന്നാൽ വൃത്തത്തിലെ ശൂന്യതയിലൂടെ കടന്നു പോകുമ്പോൾ സാധകന് അവന്റെ മനസ്സിനെ കുറിച്ചുള്ള അവബോധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നു. മനസ്സ് ഏത് രീതിയിലൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, മനസ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ ഒരു നിരീക്ഷിക്കാനുള്ള ഒരു പ്രാപ്തി ഈ രചനയിലൂടെ ഗുരുജി നമ്മളിലേക്ക് പകർന്നു തരുന്നുണ്ട്. അപ്പം മനസ്സിനെ കുറിച്ചുള്ള ആ പൂർണ്ണമായ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിരീക്ഷണം സാധ്യമാകൂ എന്ന പ്രധാനപ്പെട്ട ഒരു വാക്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, മനസ്സ് സൂക്ഷ്മമാണ്. അതുപോലെ തന്നെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതും സൂക്ഷ്മതലത്തിൽ നിന്നാണ്. ഒരു ചിന്തയാകട്ടെ, ഒരു വികാരമാകട്ടെ, അതൊരു സൂക്ഷ്മമായി തുടങ്ങി അത് ചിലപ്പോൾ സ്ഥൂലഭാവം കൈകൊള്ളും. സ്ഥൂലഭാവം എന്ന് പറയുമ്പോൾ അതൊരു കർമ്മത്തിലേക്ക് നയിക്കും. അപ്പൊ മനസ്സ് സൂക്ഷ്മമാണെങ്കിലും സ്ഥൂലമായ കർമ്മങ്ങൾ ചെയ്യിക്കാനുള്ള കഴിവ് മനസ്സിനുണ്ട്. അത് കർമ്മബന്ധങ്ങൾക്കും കാരണമാകുന്നു. അപ്പോൾ മനസ്സ് സൂക്ഷ്മമായതുകൊണ്ട് അതിനേക്കാൾ സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചാൽ മാത്രമേ മനസ്സിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയൂ. മനസ്സിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായി വിട്ടുനിൽക്കുക എന്നുള്ളതല്ല, നമ്മളെ ആ കർമ്മങ്ങളിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മാർഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ചിന്തകളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നമുക്ക് മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒട്ടലില്ലാതെ ചിന്തകളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവേക ബുദ്ധിയോടെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിലൂടെ കൊണ്ടുപോകുവാൻ കഴിയൂ. മനസ്സിന്റെ അടിമയായിട്ട് ജീവിച്ചത് കൊണ്ട് പ്രയോജനമില്ല എന്ന് നമ്മൾ നേരത്തെ വൃത്തത്തിലെ ശൂന്യതയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ സൂക്ഷ്മത ഒരു സാധകൻ എപ്പോഴും നിലനിർത്തേണ്ടതാകും. കാരണം സൂക്ഷ്മതലത്തിലാണ് മനസ്സിന്റെ പ്രവർത്തനം, സൂക്ഷ്മതലത്തിലാണ് മനസ്സിൽ ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനേക്കാൾ സൂക്ഷ്മമായ ബോധതലത്തിലാണ് ഈ നിരീക്ഷണം നടക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, മനസ്സെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിരീക്ഷകൻ പ്രവർത്തിക്കുന്നില്ല. നിരീക്ഷകൻ നിരീക്ഷിക്കുക മാത്രം ചെയ്യുന്നു. അപ്പം രണ്ട് ലോകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് മനസ്സിന്റെ ലോകം, അതായത് മനസ്സ് സൃഷ്ടിച്ച മായാലോകത്തിലാണ്
നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ലോകം നിരീക്ഷകന്റേതാണ്. അവിടെ എത്തണമെങ്കിൽ മനസ്സിനെ സദാ നിരീക്ഷിച്ചുകൊണ്ട് ഒരു ധ്യാനാത്മക മനസ്സാക്കി മാറ്റേണ്ടതാണ്. ധ്യാനാത്മക മനസ്സിൽ ചലനങ്ങളില്ല. അപ്പോൾ അവിടെ നിരീക്ഷകൻ ഉണരുന്നു. അതുപോലെ തന്നെ ഗുരുജി മറ്റൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. ഓരോ നിമിഷത്തിലും സത്യം മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് നേരത്തെ ഒരു ഉത്തരത്തിലെ ശൂന്യതയിൽ വിശദമായി ചർച്ച ചെയ്തതാണ്. എങ്കിലും ഇവിടെ ഒരു ഉദാഹരണം, ഒരാളൊരു പുഴുവിനെ ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണം. അപ്പോൾ ഒരാൾ പുഴുവിനെ ചൂണ്ടയിൽ കോർക്കുന്നത് ആ നിമിഷത്തിലെ സത്യം. പുഴുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന മത്സ്യം ചൂണ്ടയിൽ കുടുങ്ങുന്നത് ആ നിമിഷത്തിലെ സത്യം. അയാൾ ആ മത്സ്യത്തെ ഭക്ഷിക്കുന്നത് ആ നിമിഷത്തിലെ സത്യം. അയാൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരം പുഴുവിന് ഭക്ഷണമാകുന്നത് ആ നിമിഷത്തിലെ സത്യം. ഓരോ നിമിഷത്തിലെയും സത്യത്തിന് തുടർച്ചയില്ല എന്നതും സത്യം. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളെ ഇത്രയും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഗുരുജി പറയുന്നു. അപ്പോൾ ആ കാഴ്ചക്ക് അപ്പുറത്തുള്ള സത്യത്തെ ഒരു ചൂണ്ടയിടുന്ന ഒരു വ്യക്തി ഇത്രയൊന്നും ചിന്തിക്കാറില്ല. നമ്മളാണെങ്കിലും നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ അത്രയധികം ആഴത്തിലൊന്നും ചിന്തിക്കാതെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഗുരുജി ഇവിടെ നമ്മളോട് പറയുന്നത് കാഴ്ചകൾക്ക് അപ്പുറത്തുള്ള സത്യത്തെയും അനുഭവങ്ങൾക്ക് പിന്നിലെ സത്യത്തെയും സൂക്ഷ്മതയോടെ ചിന്തിച്ചറിയുമ്പോഴാണ് സാധകൻ ഉയർന്ന അവബോധത്തിൽ എത്തുവാൻ കഴിയുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളെയും എത്രമാത്രം ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം, ചിന്തിച്ചറിയുക. ചിന്തിക്കുക വെറും ചിന്ത മാത്രമല്ല, അതിന്റെ പിന്നിലെ സത്യം അറിയുക. ചിന്തിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് അറിയുക. അപ്പോൾ ഓരോ നിമിഷത്തിനും കാര്യങ്ങളും ആ ഓരോ നിമിഷത്തിലും നിലനിൽക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിനെ നിരീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ട് നിരീക്ഷകൻ ഉണരുന്ന യഥാർത്ഥ ലോകത്തെ നമ്മൾ അറിയാതെ പോകുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആഴത്തിൽ വളരെ ചിന്തിച്ച് അതിന്റെ പിന്നിലുള്ള സത്യത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മനസ്സിന്റെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ഒരു പൂർണ്ണ ബോധ്യം അത് ഉണ്ടെങ്കിൽ മാത്രമേ നിരീക്ഷണം സാധ്യമാകൂ. അപ്പൊ മനസ്സിനെ പൂർണ്ണമായി നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചിന്തിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ആ ചിന്തകളെ നിരീക്ഷിക്കുന്നതാണ് പൂർണ്ണത എന്ന് ഗുരുജി വ്യക്തമാക്കും. ചിന്തകളെ അതിന്റെ പിന്നിലുള്ള കാര്യകാരണങ്ങളെ കുറിച്ച് നിരീക്ഷിക്കുമ്പോൾ മാത്രമേ ആ പൂർണ്ണത അവിടെ കൈവരുന്നുള്ളൂ. അപ്പോൾ ചിന്തകളെ നിരീക്ഷിക്കുമ്പോൾ ചിന്തകൾ അടങ്ങുന്നു, മനസ്സ് ശാന്തമാകുന്നു. അപ്പോൾ ഇവിടെ ഗുരുജി മറ്റൊരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. ഒരു ബംഗ്ലാവിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നു. ആ ക്യാമറ യാതൊന്നും പ്രവർത്തിക്കുന്നില്ല, ഒരു നിരീക്ഷണം മാത്രമാണ് സംഭവിക്കുന്നത്. അതുപോലെ മനസ്സിനെ ധ്യാനാത്മക മനസ്സ് ആക്കുന്ന അവസ്ഥയിൽ നിരീക്ഷകൻ ഉണർന്നാൽ സാധകന്റെ സത്തയിലേക്കുള്ള യാത്രയും സുരക്ഷിതമായിരിക്കും. കാരണം അവിടെ അവബോധം സംഭവിക്കുന്നു. അവബോധത്തിലൂടെയാണ് സത്തയിലേക്ക് എത്തിച്ചേർക്കുന്നത്. ഹരിയോ. നിരീക്ഷകൻ, മനസ്സ്, അവബോധം. യഥാർത്ഥത്തിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ക്യാമറയാണ് ആ നിരീക്ഷകൻ എന്ന് പറയുന്നത്. ക്യാമറ നിരീക്ഷകനാണെങ്കിൽ ക്യാമറ ഒന്നും ചെയ്യുന്നില്ല, അത് ജസ്റ്റ് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കള്ളനാരാണെന്നോ ബാക്കി കാര്യങ്ങളോ ഒന്നും അത് പറയുന്നതോ ചിന്തിക്കുന്നതോ ഒന്നും ചെയ്യുന്നില്ല. അത് ചിന്തകൾ കൊണ്ട് പ്രവർത്തിക്കുന്നുമില്ല. ആ മനസ്സാണെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്,
ആ, പ്രവർത്തനങ്ങളുണ്ട്, ചിന്തകളുണ്ട്. അത് വരുന്നത് മനസ്സിൽ നിന്നാണ്. അതിന് സൂക്ഷ്മ തലങ്ങളുണ്ട്. എന്നാൽ അതിലും സൂക്ഷ്മമാണ് നിരീക്ഷകൻ എന്നും പറയും. ആ സൂക്ഷ്മമായിരിക്കുന്ന നിരീക്ഷകൻ നിലനിൽക്കുന്നത് അവബോധത്തിലാണെന്നും പറയും. അപ്പം എന്താണ് ഈ അവബോധം? അവിടെ ചിന്തയേ ഇല്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, വേറൊന്നും പറയാനില്ല. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മള് അവബോധം, അബോധാവസ്ഥ, അഹംബോധം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് ചിരപരിചിതമായ വാക്കുകൾ തന്നെയാണ് അതൊക്കെ. അവബോധം എന്ന് പറയുന്നത് സ്വാഭാവികതയിൽ നിലകൊള്ളുന്ന അവസ്ഥയാണ്. എന്നുവെച്ചാൽ ജാഗ്രത അവസ്ഥയിൽ പ്രസന്റ് കണ്ടീഷനിൽ തന്നെ നിലകൊള്ളുന്ന അവസ്ഥ തന്നെയാണ്. എന്നാൽ അബോധാവസ്ഥയിലോ പലപ്പോഴും മനസ്സിന്റെ ലോകത്ത് ജീവിക്കുന്നവരെല്ലാം അബോധാവസ്ഥയിലാണ്. അവനെ ഒന്നിലെ പാസ്റ്റ് അല്ല ഫ്യൂച്ചറിൽ ഇതിലാണ് നിലകൊണ്ട് നിൽക്കുന്നത്. ആ മനസ്സിന്റെ ആ കൺസ്ട്രക്ഷൻ തന്നെ അങ്ങനെയാണ്. മനസ്സിന് എന്തിനേലും നിലനിൽപ്പില്ലാതെ ജീവിക്കാൻ പറ്റും. ഇവിടെ അഹംബോധത്തെ പറ്റിയും പറയുന്നുണ്ട്. അഹംബോധം എന്ന് പറയുന്നത് ഞാനെന്ന ഭാവത്താൽ നിലകൊള്ളുന്ന അവസ്ഥ. അതും മനസ്സിന്റെ പ്രബലതയിലാണ് അത് നിലകൊള്ളുന്നത്. നമ്മളിവിടെ ശരീരം മുതൽ പല ഘടകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ മനസ്സിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാറുള്ളത് കൂടുതലും. കാരണം എന്താണ്? മനസ്സിനെ നിരാകരിച്ച് കഴിഞ്ഞാൽ പകുതി മുക്കാലും ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയും. പിന്നെ അഹത്തിനെ നിരാകരിക്കാൻ നമുക്ക് അത്ര കഷ്ടപ്പെടേണ്ടി വരില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ മനസ്സിന്റെ ഒട്ടലാണ് പലതിനും കാരണമാകുന്നത്. ശരീരത്തോട് ഒട്ടലായി നിൽക്കുമ്പോൾ വൈകാരിക ഭാവങ്ങളും വിചാരവികാരങ്ങളും ഒക്കെ തലപൊക്കും. ഇനിയും അത് നമ്മൾ എന്താണ് അവയർനെസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾക്ക് ശേഖരിച്ച് വെച്ച ആ അറിവുകളൊന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ പ്രസന്റ് കണ്ടീഷൻ ജീവിക്കാൻ ഉതകുന്നതായിരിക്കുക. നമുക്ക് ചിലപ്പോൾ എന്താണ് ഒരു ഫീഡ്ബാക്ക് അന്വേഷിക്കാവുന്നതേ ഉള്ളൂ. ഇനി അത് വളരെ അഹത്തിലാണ് മനസ്സ് പ്രബലമായി നിൽക്കുന്നതെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനെയും നശിപ്പിക്കാൻ, എന്നുവെച്ചാൽ ശരീരം വരെ നശിപ്പിക്കാൻ കാരണഭൂതമാകും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. സൂക്ഷ്മാവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ മനസ്സ് നിലകൊള്ളുന്നത്. പക്ഷെ അതിന് എക്സ്പാൻഷനുള്ളൊരു കഴിവുണ്ട്. അത് എല്ലാ ഘടകങ്ങളെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളിലുണ്ട്. അല്ലെ, അതിനേക്കാളും സൂക്ഷ്മാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് നിരീക്ഷകനെ സഹായം തേടാവുന്നതാണ്. അപ്പൊ ഈ നിരീക്ഷകന്റെ റോളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സകല വിചാരങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെയും എല്ലാം നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ശരീരം കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു ഒരു കാര്യം, അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഇപ്പം ഭക്ഷണം കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നെങ്കിൽ നിയർ ഫ്യൂച്ചറിൽ ഷുഗർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വന്ന് എടുക്കണം. കാരണം ശരീരം എന്തിനെ പിടിച്ചോ പിന്നെ ആ ശരീരം അതിനെ പിടിക്കും. ഇനി മനസ്സിനെയാണ് പിടിച്ചേക്കുന്നതെങ്കിൽ മനസ്സ് പിന്നെ നമ്മളെ പിടിക്കും. ഇനിയും കുബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ ആ കുബുദ്ധി നമ്മളെ പിടിക്കും. ഇനി അഹമാണെങ്കിൽ അഹം നമ്മളെ പിടിക്കും. അപ്പൊ ഈ അവസ്ഥയാണ് ഈ ഘടകങ്ങളിലൂടെയൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ. എന്നാൽ നിരീക്ഷണനെ പിടിച്ചാലോ നമുക്ക് ഈ ഘടകങ്ങളെല്ലാം വിസ്മരിക്കാം. നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ചിന്ത വരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ആ ബംഗ്ലാവിനെ പറ്റി പറയുന്ന അങ്ങനെ ഒന്ന് ചിന്തിക്കാം. ഒരു കള്ളൻ എപ്രകാരമാണോ താഴ് പൊളിച്ച് അല്ലെങ്കിൽ ആ പടിക്കെട്ടുകൾ പൊളിച്ച് വാതിൽ പൊളിച്ച് അകത്ത് കയറുന്ന പോലെയാണ് നമ്മളിൽ രൂഢമൂലമായ പല ചിന്തകളും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ സൃഷ്ടി നമ്മളുടേതാണ്, നമ്മളാണത് സൃഷ്ടിക്കുന്നത്. ആ ചിന്തകളെ പോലും സൃഷ്ടിക്കുന്നത് നമ്മളുടെ ഉള്ളിലെ മനസ്സാണ്. ആ മനസ്സ് എന്ത് ചെയ്തു? ഇതിനെല്ലാം ഭേദിച്ച് ഉള്ളിൽ എത്തി അവിടെ ആ ചിന്തകളുടെ പിൻബലത്തിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ മനസ്സിന്റെ പ്രബലതയെ നിരീക്ഷിക്കാൻ നമുക്ക് ആ നിരീക്ഷകനെ മാത്രമേ സാധിക്കുകയുള്ളൂ. നിരീക്ഷകനെ കൊണ്ട് മാത്രമേ സാധിക്കൂ.
എപ്പോഴാണോ നിരീക്ഷകന്റെ വെട്ടം അതിലേക്ക് പതിക്കുന്നത്, അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് സത്തേത് കൊത്തേത് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ ആ ക്യാമറയെ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്ത് ചിന്തിച്ചാൽ നിരീക്ഷകൻ ശബ്ദിക്കുന്നില്ല, നിരീക്ഷകൻ എല്ലാം ഈ നോക്കി കാണിച്ചു തരുന്നതേ ഉള്ളൂ. പക്ഷെ കാണേണ്ട പോലെ കണ്ടാൽ മാത്രമേ നമുക്കത് പ്രയോജനപ്പെടൂ. മനസ്സിന്റെ സ്വാധീനത്താലാണ് കാണുന്നതെങ്കിൽ എന്ത് പറ്റും? മനസ്സിന്റെ വ്യാഖ്യാനങ്ങൾ അതിലുണ്ടാവും. നിരീക്ഷകൻ ആബ്സെന്റ് ആയിക്കൊണ്ടേയിരിക്കും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. ഇവിടെ നമ്മൾ ആ ഒട്ടലില്ലായ്മ ശീലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ആ നിരീക്ഷകനെ ശക്തമാക്കി കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ ഒട്ടലില്ലായ്മ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിനെയും പിടിക്കുന്നില്ല, ഒന്നിനെയും സ്വാധീനിക്കുന്നില്ല. അപ്പോൾ ഇത് വളർത്തിക്കൊണ്ടുവരാൻ ആ നിരീക്ഷകൻ നമ്മളിൽ ഓണായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എപ്രകാരമാണോ നമ്മൾ മണ്ണിന്റെ ആഹാരം കഴിച്ച് ആ മണ്ണിലേക്ക് മടങ്ങി നിർത്തുന്ന അവസ്ഥ വരുന്നത്, അത് തന്നെയാണ് ജീവിതം. കാരണം വെച്ചാൽ എന്താണ്? രണ്ട് ശ്വാസങ്ങൾക്കിടയിലുള്ള അവസ്ഥ തന്നെയാണ് ജീവിതം. അവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു, എന്തെല്ലാം മനസ്സിലാക്കുന്നു, എന്തെല്ലാം ചിന്തിക്കുന്നു. അപ്പോൾ ഇവിടെ അവബോധത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഓരോന്നും നോക്കി കാണേണ്ടത് ആ സൂപ്പറായിട്ടുള്ള കോൺഷ്യസ്നസ് നിന്ന് തന്നെയാണ്. കാരണം ഇത് മാത്രമേ ഉള്ളൂ നിലകൊള്ളുന്നുള്ളൂ. നമ്മൾ മുൻപ് ഗുരുജി പറഞ്ഞിട്ടുണ്ട്, സത്തയുടെ സ്വന്തമാണ് നിരീക്ഷകൻ. ആ നിരീക്ഷകൻ ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ അവബോധം നിറഞ്ഞു നിൽക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്, ബുദ്ധന്റെ പിക്ചറൊക്കെ കണ്ടിട്ടുണ്ട്, തലയിൽ സഹസ്രാരത്തിൽ 1000 താമര ഇതളുകൾ വിടർന്നു നിൽക്കുന്ന ഒരവസ്ഥ. അവബോധത്തിലെത്തിയ ആ ബുദ്ധപ്രതിമകളും അല്ല ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ അവബോധം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ വന്നത്? എന്തുകൊണ്ടാണ്? ആ നിരീക്ഷകനും സത്തയും എല്ലാം അവനില് പ്രബലമായി അവനിലെ നിലകൊള്ളുന്ന അവസ്ഥ അവൻ അറിഞ്ഞു. അവൻ അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് ആ സഹസ്രാരത്തില് 1000 താമര ഇതളുകൾ വിടർന്നു നിൽക്കാനുള്ള കാരണം. ഇവിടെ നമ്മൾ അവബോധത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവബോധം നമ്മളിൽ മിന്നി മറിഞ്ഞു പോകുന്ന ഒരവസ്ഥയല്ല, അത് സ്ഥിരമായിട്ട് നിലനിർത്തേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഏറെക്കുറെ നമ്മൾ അത് ചിന്തിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ആ നിരീക്ഷണ പാഠവം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് അവബോധത്തിലേക്ക് നിലകൊള്ളാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. കാരണം പല കാര്യങ്ങളും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ അനുഭവിച്ചു ഒക്കെ പോകുന്നുണ്ട്. എല്ലാ അനുഭവങ്ങളും അനുഭൂതിയുടെ തലത്തിലേക്ക് കടക്കണമെന്നില്ല. പല അനുഭവങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പല നിരീക്ഷണത്തിന് വിട്ട ശേഷം നമ്മൾ അതിനെ തള്ളിക്കളയാറുണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉതകുന്നതെന്നുള്ളത് നമ്മൾക്ക് ആ ബോധമയമായ അവസ്ഥയിൽ ബോധവാനായിരുന്നു കൊണ്ട് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കണം, അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് തന്നെയാണ് ഒരു സാധകനും അവന്റെ നിത്യസാധനയിലും നിരീക്ഷണത്തിലൂടെയൊക്കെ പോകുന്നത്. കാരണം അവന്റെ നിത്യസാധന എന്ന് പറയുന്നത് ആ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 24 മണിക്കൂറിലും അവൻ തന്നെ സ്വയം നിരീക്ഷണത്തിന് വിധേയമാക്കാൻ കൊടുക്കുന്ന സമയത്തിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ സാധന ചെയ്യുന്ന അത്രയും സമയമല്ല നമ്മുടെ സാധന. ഇപ്പം തുടക്കത്തിൽ 1/2 മണിക്കൂറാണ് ചെയ്യുന്നതെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഓരോ നിമിഷവും ത്തിലുമാണ് നമ്മൾ ജീവിക്കേണ്ടത്, അല്ലാതെ പാസ്റ്റിലും ഫ്യൂച്ചറിലുമല്ല. അപ്പൊ അവിടെയാണ് അവധൂത ചിന്തകളുടെയും അല്ലെങ്കിൽ ഈ വൃത്തത്തിലെ ശൂന്യതയുടെ ഒക്കെ പ്രസക്തി. കാരണം ഗുരുജി ഇതൊക്കെ നമുക്ക് കൈമുതലാക്കി തരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾക്ക് ആ അവബോധത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട്സ് ആണ്. നമ്മൾ പറയും ഈ ആധ്യാത്മിക ഷോർട്ട് കട്ട്സ് ഇല്ല. പക്ഷെ ബോധപ്രാപ്തനായ ഗുരുവിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാരുണ്യ പ്രവൃത്തി ഇതൊക്കെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഓരോരുത്തർക്കും അതിലുള്ള ആ വഴിവിളക്കായിട്ട് ഈ മാർഗദർശനങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോട്ടെ. ഹരിയോ. അപ്പൊ നമ്മുടെ ആ ഒരു കാര്യമാണ് ഗുരുജി എടുത്ത് പറഞ്ഞത്. ഡൗട്ട്സ് ചോദിച്ചപ്പം നമ്മൾ അതോട് പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. അതായത് നമ്മൾ ഈ നിരീക്ഷണത്തിൽ നിൽക്കാൻ, അത് വളർത്താനായിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പം ശ്രമിക്കുമ്പോൾ ഈ മീനിനെ പിടിക്കുന്ന കാര്യം
അവിടെ പിന്നെ അഭിലാഷം സഫലീകരിച്ചാല് അല്ലെങ്കിലും എങ്ങനായാലും ആ നിരീക്ഷണത്തിൽ പൂർണ്ണതയിൽ എത്താത്തതും കൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരും, പൂർണ്ണമാവില്ല. അതുകൊണ്ട് നമ്മള് ഇങ്ങനത്തെ ഡൗട്ട്സും പലതും മനസ്സിലിങ്ങനെ വരുമ്പോൾ അവിടെ നിരീക്ഷകന്റെ ലെവലില് പൂർണ്ണമായിട്ട് അവിടെ നിന്ന്, അല്ലെങ്കിൽ പ്രസന്റിൽ നിന്ന്, ഈ നിമിഷത്തിൽ നിന്ന് എന്താണോ മൈൻഡിൽ വരുന്നത് അത് പൂർണ്ണമായിട്ട് അത് ശരിക്കും കാണണമെങ്കിൽ അത് എവിടെങ്കിലും പോയിട്ട് ഒരു കംപ്ലീഷൻ നടക്കുന്നില്ല, അതിന്റെ ആ ഫുൾ ഇതില് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെന്താ സംഭവിക്കും? പലരും വിചാരിക്കും, ഓ ഇനിയും ഇതെല്ലാം ക്ലിയർ ആവട്ടെ, മൈൻഡ് ക്ലിയർ ആവട്ടെ, ഇനി മൈൻഡ് ക്ലിയർ ആയിട്ട് മതി ഈ ആത്മീയതയിലോട്ട് വരുന്നത്, പിന്നെ നിരീക്ഷണത്തിലോട്ട് പോകുന്നത്. പക്ഷെ അത് അങ്ങനല്ല വേണ്ടത്, അങ്ങനെ ചിന്തിക്കരുത് എന്ന് പ്രത്യേകിച്ചും ഗുരുജി പറഞ്ഞായിരുന്നു. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിരീക്ഷണത്തിൽ തന്നെ നമ്മൾ ഇൻവോൾവ് ആയിരിക്കണം, അല്ലാതെ ഈ മൈൻഡിന്റെ ലെവലിലോട്ട് പോയി അവിടെ സ്റ്റക്കായി ഇരിക്കരുത്. അപൂർണമായിട്ടുള്ള ആ നിരീക്ഷണം അല്ല വേണ്ടത്, പൂർണ്ണമായിട്ട് ആ നിരീക്ഷകന്റെ തലത്തിൽ നിൽക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മള് ഒരിക്കലും അതിൽ നിന്ന് മാറരുത്. മൈൻഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അതിനോട്ട് ഒട്ടലില്ലാതെ നിരീക്ഷകന്റെ ലെവലിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ ഗുരുജിയോട് ചോദിച്ചോളൂ. പക്ഷെ മറ്റേ തലത്തിൽ നിന്നാലേ ഉള്ളൂ ബോധമായിട്ട് നല്ല ബോധത്തോടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആ നിരീക്ഷകനായിട്ട് നിന്നാൽ, ഒട്ടലില്ലാതെ നിന്നാലേ അത് നമുക്ക് പറ്റുള്ളൂ. ആ അവയർനെസ് പൂർണ്ണമാകുന്ന അപ്പോഴാണ് ഫുള്ളായിട്ട് ശരിക്കും ബോധവാനായിട്ട് നമുക്ക് അത് അനുഭവിച്ച് അറിയാൻ പറ്റുന്നത്. അപ്പൊ അതും പറഞ്ഞിട്ട് നിർത്തുകയാണ്. ഹരിയും. ശരത്ജി, സോമനിയമ്മയുടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ don't get confused. You will go forward, you go ask Guruji will explain to you. See, you are that എന്താണ് കേട്ടിട്ടുണ്ടല്ലോ, സച്ചിദാനന്ദം ബ്രഹ്മൻ സച്ചിദാനന്ദം തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ അതിന്റെ ഒരു അംശവും സച്ചിദാനന്ദമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സദാ നിലനിൽക്കുന്ന ആ ബോധം, സത്യചിത്ത് ബോധം, സദാ നിലനിൽക്കുന്ന ആ ബോധം, എല്ലാം അറിയുന്ന, that which cognizes, that which makes you aware of yourself, തന്നറിവ്, that which makes you aware of yourself and also your situation. അതാണ് ആ കോൺഷ്യസ്നെസ്, തന്നറിവ് ഉണ്ടാവുന്നത്. അത് സദാ അത് ഉണ്ടാവുന്നതാണ്. ഒരു ആത്മൻ തലത്തിൽ എത്തുമ്പം അത് ഉണ്ടാവുന്നതാണ്. തന്നെ കുറിച്ച് ശരിയായ അറിവ് എന്ന് പറഞ്ഞാൽ ആ തലത്തിൽ നിൽക്കുമ്പോൾ, ആത്മൻ തലത്തിൽ നിൽക്കുമ്പോൾ അവനവനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും, ആ സത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതായിരിക്കും. പിന്നെ അത് അഫ്കോഴ്സ് ഹാർട്ട് ലാംഗ്വേജോട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആനന്ദമായിട്ട് വരുന്നത്. അപ്പോൾ ആ തലത്തിൽ എത്തണമെങ്കിൽ ഈ നിരീക്ഷകന്റെ ലെവലിൽ നിന്നാലേ ഉള്ളൂ ആ തന്നറിവ്, കോൺഷ്യസ്നെസ് അബൌട്ട് യുവർ സെൽഫ്, ആ കോഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി, അറിയാനുള്ള എബിലിറ്റി, തന്നെ കുറിച്ചും തൻ്റെ ചുറ്റിനുമുള്ള ആ സിറ്റുവേഷൻസിനെ കുറിച്ചും അറിയണം. അതാണ് ഈ അവബോധം എന്ന് പറയുന്നത്. ആ കോൺഷ്യസ്നെസ് ഇസ് റിയലി സ്റ്റിൽനെസ് ആണ്, ശരിയാണ്. പക്ഷെ അതിനൊരു ബോഡി കിട്ടുമ്പോഴാണ് അത് ഫങ്ഷണൽ ആകുന്നത്. അപ്പോൾ ആ ഫങ്ഷണാലിറ്റിയിൽ നമ്മൾ പെട്ടുപോകരുത്. കുറച്ച് അങ്ങ് മാറിയിട്ട് ന്യൂട്രലായിട്ട് നിൽക്കണം, നിശ്ചലതയിൽ നിൽക്കണം. അപ്പോഴേ അതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഒരു 3-ാം മണി പോലെ ആയിരിക്കാം, പക്ഷെ അത് ശരിയായിക്കോളും. അങ്ങോട്ട് പോകുമ്പോൾ അത് ശരിയായിക്കോളും. കുറച്ചുകൂടെ പ്രാക്ടീസിൽ അതാ ഗുരുജി ഞാൻ ഇത് പറഞ്ഞത്. ഗുരുജി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ മനസ്സ് പിന്നെ ഒഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതിലോട്ട് വരുന്നുള്ളൂ എന്ന് ആ രീതിയിൽ ചിന്തിക്കരുത്. പിന്നെ നിരീക്ഷണം സദാ ചെയ്തിരിക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് ഞാൻ അങ്ങോട്ട് പങ്കുവെക്കുന്നത്. ഹരിയും.